മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അജീഷ. അങ്കമാലിലെ നടുവട്ടത്താണ് എൻ്റെ വീട്. ഇതെൻ്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. 2021 ഓഗസ്റ്റിൽ പേഷ്യൻറ്റിനെ നോക്കണതിൻ്റെ ഇടയിൽ എനിക്ക് കോവിഡ് വന്നിട്ട് അരക്കീഴ്പോട്ട് തളർന്നു പോയായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരി അജിയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അവൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലുകളൊക്കെ അനങ്ങാൻ തുടങ്ങി. വീൽ ചെയറിലേക്ക് ആയി ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടേഴ്സിനെല്ലാവരും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി നടക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ നടക്കും, ഒരു സർജറി ചെയ്താൽ ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ ഒന്നും കൂടി തളരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. അജി പ്രയറൊക്കെ അയച്ചു തന്നത് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വീൽ ചെയറിൽ നിന്ന് പിന്നെ ഞാൻ വടി കുത്തി നടക്കാൻ തുടങ്ങി. ആ സമയത്ത് 2022 ഏപ്രിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിക്ക് വന്ന ദിവസം എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടായിരുന്നു. ആൾ ഒട്ടും ഇഷ്ടമില്ലാണ്ട് ഇങ്ങോട്ട് വന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു റെഡ് കളർ ഷർട്ടും വെള്ളമുണ്ടും ഇട്ട ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറ്റിയത് ചോദിച്ചു. കുറ്റി താടിയൊക്കെ ആയിട്ട്. ഉച്ചയ്ക്ക് 3 മണിയായിരുന്നു സമയം. എന്താ പറ്റിയത് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറ്റിയതാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കൂടെ ആരാ വന്നതെന്ന് ചോദിച്ചു. ഹസ്ബൻഡാന്ന് പറഞ്ഞു. ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്ത് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് ഈശോനെ കണ്ട ഒരു അനുഭൂതിയായിരുന്നു. ആ ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ആൾ ആ പ്രദക്ഷിണത്തിൽ കയറിപ്പോയി. മണിയും മുഴങ്ങിയപ്പോൾ തന്നെ. എന്നിട്ട് ഞാനും ചേട്ടനും കൂടി ഇവിടെയൊക്കെ നോക്കിയിട്ട് ആളെ കണ്ടില്ല. ആ സ്പോട്ടിൽ തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹസ്ബൻഡിനും കാണാനില്ല. പുള്ളിക്ക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വയറ്റിൽ ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് അപ്പോൾ വയറ്റിൽ നിന്ന് ബ്ലഡൊക്കെ പോണ ഇതുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുള്ളിക്ക് വയറ്റിൽ നിന്ന് ബ്ലഡ് പോലെ പോയി. ആ നിമിഷം ആളുടെ പാൻക്രിയാറ്റൈറ്റിസ് മാറി. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കുക, ആൾക്ക് ഒരു കുഴപ്പമില്ല. അതുമാതിരി ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ കയറണ്ടെന്ന് പറഞ്ഞു, വടി കുത്തി നടക്കണുണ്ട്. പക്ഷെ ഞാൻ അച്ഛനൊരു ഉടമ്പടിയിൽ ധ്യാനത്തിൽ പറയണുണ്ടായിരുന്നു, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് മോള് വരെ ചെന്ന് ഉടമ്പടി എടുക്കുന്നു അതിൻ്റെ ഫലം നമുക്ക് തരുമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൈയും പിടിച്ച് 2ാം നില വരെ കയറി ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. ഒരു ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പി ഒന്നുമില്ലാണ്ട് ഇപ്പം ഞാൻ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, 2 വീലർ ഓടിക്കുന്നുണ്ട്, വീട്ടിലെല്ലാ പണികളും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ജോലി 3 വർഷം ഗ്യാപ്പായപ്പോൾ ജോലി കിട്ടൂല്ലേ എന്ന് സംശയമായിരുന്നു. അപ്പോൾ ഞാൻ അങ്കമാലിലൊരു ഹോസ്പിറ്റലിൽ ഓൺലൈനായിട്ട് അപേക്ഷ വിട്ടു. അവർ വിളിക്കണ കാണാനില്ല. അപ്പോൾ ഞാനും ചേട്ടനും കൂടി അങ്കമാലിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. ഞാൻ വെറുതെ അവിടെ HR കയറി ചോദിച്ചപ്പോൾ HR കുട്ടി പറഞ്ഞു, സിസ്റ്ററിനെ കാണി നഴ്സിംഗ് സൂപ്രണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് സിസ്റ്ററിൻ്റെ ഓഫീസിൽ ചെന്ന വഴി സിസ്റ്റർ 3 വർഷം ഗ്യാപ്പുള്ളവരവർ എടുക്കില്ല. സിസ്റ്റർ എന്നോട് പറഞ്ഞു എക്സാം എഴുതുമെന്ന് പറഞ്ഞു. 3 വർഷമായിട്ട് പ്രാക്ടിക്കൽ ഫീൽഡ് ഞാൻ ഒന്നും എനിക്കറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ച സമയത്തുള്ളതല്ലേ ഉള്ളൂ. മാതാവിനെ വിചാരിച്ച് സിസ്റ്റർ ഇരിക്കുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കാശുരൂപം വെച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്ന് എക്സാം എഴുതി. ആ എക്സാമിന് ഞാൻ പാസ്സായി, തിയറി എക്സാം പാസ്സായി. അപ്പോൾ തന്നെ സിസ്റ്റർ എന്നോട് പ്രാക്ടിക്കൽ പോകാൻ പറഞ്ഞു. പ്രാക്ടിക്കൽ പോയി പാസ്സായി, ഇൻ്റർവ്യൂവിന് ചെന്ന് പാസ്സായി, എനിക്ക് ജോലിയും കിട്ടി. 3 വർഷം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ ആദ്യം 6 മാസം ട്രെയിനിങ്ങാണ് പറഞ്ഞത്. പിന്നെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ സിസ്റ്റർ 5 ആയി, 4 ആയി, പിന്നെ 3 മാസമായി. സിസ്റ്ററിൻ്റെ അടുത്ത് 3 മാസം ട്രെയിനിങ് മതി എന്ന് പറഞ്ഞു. പക്ഷെ ജോലിക്ക് പോയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതി കൊടുത്തപ്പോൾ എന്നോട് ക്ലിൻ്റൺ അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വിഷയം കൂടി നടക്കാനുള്ളത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചു പോയി. ജോലിക്ക് പോയി 20ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ട്, പനി, കാലുവേദനയൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം ഇനി 20ാം തീയതി തൊട്ട് കയറുള്ളൂ. ഇപ്പോൾ സിക്ക് ലീവിലാണ്. അപ്പോൾ എൻ്റെ അമ്മ, അച്ഛൻ, എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും പറയുകയാണ്, ഉടമ്പടിനെ പറ്റി അറിയാത്തവർ പോലും എൻ്റെ അടുത്ത് പറയാം, നീ സാക്ഷ്യം പറയും, സാക്ഷ്യം പറയാത്തതുകൊണ്ടായിരിക്കും നിനക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. അതുമാതിരി 2ാമത്തെ കാര്യം, എൻ്റെ ആങ്ങളയ്ക്ക് 3 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. അവന് വിശ്വാസമൊന്നുമില്ല, അന്ന് ഉണ്ട് എന്ന് പറഞ്ഞുണ്ട്. ഞാനപ്പോൾ ഇവിടെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 2023 സെപ്റ്റംബർ 14 അവനൊരു പെൺകുഞ്ഞുണ്ടായി. ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടി. പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ദൈവം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറേ പ്രാർത്ഥിച്ചാൽ ഭ്രാന്താവും എന്ന് പറയും. അപ്പം ഞാൻ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ആൾ ചിലപ്പോൾ അതെടുത്ത് എറിഞ്ഞ് കളയും, ചീത്ത പറയും. ആളെ കാണാണ്ടൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ബ്രദർ വിജയകുമാറിൻ്റെ ടോക്കിൽ ബ്രദർ പറയുന്നുണ്ടായിരുന്നു, ഭർത്താവ് സ്ഥിരമായിട്ട് കള്ളു കുടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് തല്ലിടാണ്ട് അവർക്ക് വേണ്ടി മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. അപ്പോൾ എൻ്റെ ഭർത്താവ് കുടിക്കുമെന്നില്ല, പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കണമില്ല, പ്രാർത്ഥിപ്പിക്കുകയില്ല. അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നിട്ട് കൊന്ത ചൊല്ലി ഒന്ന് പ്രാർത്ഥനയിൽ കൂടണട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പം എന്നേലും മുമ്പ് വെളുപ്പിന് എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലും. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. ആൾ തന്നെ മൊബൈലിൽ കുർബാന വെച്ച് കുർബാന കൂടും. അരമണിക്കൂർ ഞാൻ വായിച്ച ആൾ 1 മണിക്കൂർ ബൈബിൾ വായിക്കും.
കൊന്ത ചൊല്ലും, ഇതൊക്കെ ചെയ്യും. എന്നേക്കാൾ കൂടുതൽ വിശ്വാസത്തിലെ ആളാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തേക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യണതൊക്കെ ചെയ്യണത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വയ്യാത്തവരാണ്. അച്ഛൻ വീട്ടിൽ ഓക്സിജനൊക്കെ വെച്ച് കിടക്കുകയാണ്. അച്ഛൻ ഒരു പ്രാവശ്യം ചാലാക്യ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിറ്റായി. അപ്പോൾ 90% അച്ഛനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. CPAP വെച്ച് ICUലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊന്നുമില്ല. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഞാൻ കാലെടുത്ത് വെക്കുന്ന സ്റ്റെപ്പിൽ ഒരു കാശ് രൂപം കിടക്കണം. ആരുടെയാണ് അറിയില്ല, വീണും നഷ്ടപ്പെട്ടു പോയെന്താ. ആ കാശ് രൂപം ഞാൻ എടുത്തു. ഞാൻ ഹസ്ബൻഡും കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അവിടെയുള്ള എല്ലാ നഴ്സുമാർക്കും ഇരിക്കുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന് ഞങ്ങൾ വിതരണം ചെയ്തു. കാശ് രൂപം എൻ്റെ അച്ഛൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു. അപ്പം തന്നെ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം അവിടെ വന്നു. ആ വൈകുന്നേരം തന്നെ എൻ്റെ അച്ഛൻ ഉഷാറായിട്ട് പുറത്തേക്ക് ഇറക്കി. ഇപ്പോഴും ഓക്സിജൻ ഉണ്ടെങ്കിലും ആൾ പണ്ടത്തേക്കാൾ ആക്റ്റീവാണ്. ഭയങ്കര ഉഷാറായിട്ടാണ് നടക്കണേ. അതുമാതിരി തന്നെ അമ്മയ്ക്കും ഒരു സൗഖ്യം കിട്ടി. അമ്മയുടെ കൈവിരൽ മടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും പ്രായമായില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ അമ്മച്ചിയുടെ കയ്യാൻ സങ്കല്പിച്ച് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ എത്ര വേദന കുറവുണ്ടെങ്കിൽ അമ്മ വലുതായിട്ട് പറയണ അമ്മയാണ്. അമ്മ പറയും എനിക്ക് വേദനയേ ഇല്ല എന്ന്, ഫുള്ളായിട്ട് മാറിയെന്ന്. അങ്ങനെ ഒരു സൗഖ്യം ലഭിച്ചു. പിന്നെ അതുമാതിരി അച്ഛനമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കണേ. അപ്പോൾ അയൽവക്കത്തൊരു പയ്യൻ അതിർത്തി പ്രശ്നമായിട്ട് അച്ഛനെ തല്ലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയ പാർട്ടി ബേസിസിൽ നമുക്ക് ഒരു വില കിട്ടില്ല ഇവിടെ. ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഇന്ന ദിവസം എനിക്ക് നടക്കണട്ടെന്ന് പറഞ്ഞു. ആ ദിവസം തന്നെ മെമ്പർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് അതിർത്തി തിരിച്ച് വേലി കെട്ടി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ അവിടെ പോകണം. അയൽവക്കക്കാരായിട്ടും പ്രശ്നമില്ല, സന്തോഷമായിട്ട് പോകണം. ഇതിലും കൂടുതൽ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സമയപരിധി കൊണ്ടാണ് പറയാത്തത്. എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഹേലർ ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ വന്ന് തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മാസം ഞാൻ വയ്യാണ്ടായി എന്ന് പറഞ്ഞില്ലേ, ജോലിക്ക് പോകുന്ന സമയത്ത് അതിപ്പോൾ ഇച്ചിരി വന്നല്ലാണ്ട് പിന്നെ എനിക്ക് പൂർണ്ണമായിട്ട് മാറി. അതിപ്പോൾ വലിക്കേണ്ട ആവശ്യമില്ല, ഇൻഹേലർ ഞാൻ വലിക്കണില്ല. ഇപ്പം എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു മാതാവ്. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എത്രയും തേളം മാതാവൊക്കെ 100 എണ്ണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, എൻ്റെ കാര്യം നടക്കാൻ മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നൊന്നും ചൊല്ലൂല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും, ചേട്ടനും ഞാനും, രാവിലെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുർബാന ഓൺലൈനിൽ കൂടും, കൊന്ത ചൊല്ലും. കൊന്ത എത്രത്തോളം ചൊല്ലാൻ പറ്റും അത്രത്തോളം ചൊല്ലും. എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ബൈക്കേൽ ഇരുന്നിട്ട് ഞാൻ അവിടെ എത്തണ വരെ ചൊല്ലും, ഒരു കൊന്ത തിരിച്ച് ചൊല്ലും. ആദ്യം എനിക്ക് ഈ രഹസ്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ ഓരോ ഫോട്ടോ വെച്ചിട്ടില്ലേ കുരിശിൻ്റെ വഴിയുടെ, അത് നോക്കിയിട്ട് ഞാൻ അത് മനസ്സിൽ വിചാരിച്ച ചൊല്ലാറ്. ഇപ്പം എനിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം. കൊന്ത ചൊല്ലും ഞങ്ങൾ നന്നായിട്ട്, രണ്ടുപേരും കൊന്ത ചൊല്ലും, ബൈബിളും വായിക്കും, എല്ലാം ചെയ്യും. പ്രാർത്ഥന ഇല്ലാണ്ട് ഒരു പരിപാടി നമുക്കില്ല. ചേട്ടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ പ്രാർത്ഥന കഴിയാണ്ട് ആൾ ഫുഡ് കഴിക്കില്ല, നിർബന്ധമാണ്. എവിടെ പോയാലും മാതാവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല എന്നുള്ള രീതിയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പം ഞാനും ആൾ മാത്രമേ ഉള്ളൂ അവിടെ. നന്നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് നേടുകയാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും മാതാവിൽ നിന്ന്. അതുമാതിരി പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം PSC പരീക്ഷ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പഠിക്കുകയല്ല ചെയ്ത്, എല്ലാവരുടെ അടുത്തും പോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്നെ അറിയുന്ന എല്ലാവരെയും, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലായിടത്തും എൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ എല്ലാവരെയും മാതാവിൻ്റെ കാര്യം പറയാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ വയ്യാതിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം പോലെ എനിക്ക് പൈസ അയച്ചു തരും. 1000 ആണോ 2000 ആണോ എത്രയാണോ അവർ അയച്ചു തന്നത്, എനിക്ക് 100 ആവശ്യം ഉണ്ടായാലും അതിൽ കറക്റ്റ് പകുതി എടുത്ത് ഞാൻ ഫുഡ് എൻ്റെ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് എല്ലാവർക്കും ഓർഫണേജിലും വഴിയിലിരിക്കുന്നവർക്കൊക്കെ കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ പൈസയുടെ ആവശ്യമുള്ളവർക്ക് എൻ്റെ 100 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 100 രൂപ ഞാൻ കൊടുത്ത് എല്ലാവരെയും സഹായിക്കും. ഇത്തരം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് ഈശോയ്ക്ക് അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് നടുവട്ടത്ത് വന്ന ജീഷയും അതുപോലെ തന്നെ കുടുംബം ഒരു സാക്ഷ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ നിന്ന് പങ്കുവച്ചത്. ഏറെ പ്രത്യേകമായിട്ട് ഈ സഹോദരിക്ക് തന്നെ ലഭിച്ച വലിയൊരു രോഗസൗഖ്യം നമ്മളോട് പറഞ്ഞു. കൊറോണയ്ക്ക് ശേഷം 2 കാലം തളർന്നുപോയി, പിന്നെ വീൽ ചെയറിലായിരുന്നു. വടി കുത്തിപ്പിടിച്ചാണ് കൃപാസനത്തോട് കടന്നു വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ കൂട്ടുകാരിയായ ഒരു സഹോദരി ഈ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഈ സഹോദരി വടി കുത്തിപ്പിടിച്ചാണെങ്കിലും കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് ഈ സഹോദരിക്ക് പ്രചോദനമായി. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് നമുക്കറിയാം ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ട്രാൻസ്മൈലൈറ്റിസ് എന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് റിക്കവർ എടുക്കാനൊക്കെ സമയമെടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി.
ഒപ്പം തന്നെ ഈ ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞു. പാൻക്രൈറ്റിസ് ആയിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു സാക്ഷ്യമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ കൃപാസന അൾത്താരയിൽ ഇങ്ങനെയൊരു സാക്ഷ്യം പറയുന്നത്. അതായത് ഒരു റെഡ് ഷർട്ടും വൈറ്റ് മുണ്ടും എടുത്ത ഒരു വ്യക്തി വന്ന് എന്ത് പറ്റി മകന് എന്ന് ചോദിച്ചു. ആ സമയത്ത് തന്നെ കുറച്ച് സമയത്തിന് ശേഷം ഈ സഹോദരൻ യൂറിൻ പാസ് ചെയ്യും, പാൻക്രിയാറ്റിസ് സുഖപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് ഒന്ന് പറയാമോ, എന്താണ് നടന്നതെന്ന്? ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കുക, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉടക്കിയാണ് താഴെ ഇരുന്നത് തന്നെ. അത് കഴിഞ്ഞ് ഒരാൾ വന്നു എന്ന് ഇവള് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആളെ കണ്ടൊന്നുമില്ല, എന്നെ നോക്കിയെന്നും പറഞ്ഞ ആൾ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം ബാത്റൂമിലിട്ട് ഓടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ബ്ലഡും കഫവും എല്ലാം കൂടി ഒന്നിച്ചു പോയി. ഞാൻ ഇവളോട് വന്ന് പറഞ്ഞു കാര്യം. അപ്പോൾ ഇവള് പറഞ്ഞ് ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ആളെന്നെ നോക്കിയെന്നൊക്കെയാണ് ആൾ പറഞ്ഞു. ഞാൻ കണ്ടില്ലായിരുന്നു ശരിക്കും. അതിനുശേഷം പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടിയോ? ഓ ഞാൻ ഇത്ര നാൾ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അങ്കമാലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവളോട് പറഞ്ഞു നമുക്കൊരു കപ്പയും പൊട്ടിയും കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനവിടെ ഇറങ്ങി നിന്ന് കപ്പയും പൊട്ടിയും കഴിച്ചു. പിന്നെ കുറച്ച് നാളത്തേക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, ഇപ്പോഴും ഒരു പ്രശ്നമില്ല എനിക്ക്. വലിയൊരു സൗഖ്യമാണത്. അത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു സാക്ഷ്യമാണ് കൃപാസന അൾത്താരയിൽ ഈ ദിവസം പങ്കുവയ്ക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷം ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡിന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈഫിനെ തടസ്സപ്പെടുത്തുമായിരുന്നു പറഞ്ഞു. ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വൈഫ് ഹസ്ബൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം 1 കൊറിന്തോസ് 7:14 തിരുവചനം, അവിശ്വാസിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നേരെ അവരുടെ ഒരു അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ആ ഒരു തിരുവചനത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരമായിട്ടാണ് ഇപ്പോൾ സഹോദരൻ തന്നെ ഇപ്പോൾ ഒരു വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ കിട്ടിയെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഈ സഹോദരിയുടെ തന്നെ 16 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം വിട്ട് നഴ്സിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടാണ് നമ്മളോട് നടന്ന സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പച്ചൻ്റെ രോഗവിവരം പറഞ്ഞു, അതുപോലെ കാശിരൂപം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മച്ചിക്ക് കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തന്നെ കുടുംബത്തെ മൊത്തം ഈ ഒരു മരിയൻ ഉടമ്പടി വിശ്വാസത്തിലേക്ക് ഉയർത്തി, സാക്ഷിയായി ഉയർത്തി. കിട്ടുന്ന പൈസ അത് വളരെ ദൈവസ്നേഹത്താൽ, ഗലാത്യ 5:6 തിരുവചനം അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്കാണ് ഈ അജീഷ എന്ന മകൾ ഉയർന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് കിട്ടുന്നത് എന്താണോ അതിൻ്റെ ഒരു പങ്ക് ആവശ്യക്കാരന് ഞാൻ കൊടുക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരോടും പ്രവർത്തിക്കണം. അതാണ് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. നിത്യതയോളം ഈ മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തെ ഉയർത്തിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് ഒരിക്കൽ കൂടി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം.